ഹായ് എവരി വൺ, കനേഡിയൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിൽ എക്സ്പ്രസ് എൻട്രി വഴി PR ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 2025 മാർച്ച് 25 മുതൽ എക്സ്പ്രസ് എൻട്രിയിൽ നിന്ന് LMIA പോയിന്റുകൾ പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുന്നു. അതായത് LMIയോട് കൂടിയുള്ള ജോബ് ഓഫറിന് ലഭിച്ചിരുന്ന 50 അല്ലെങ്കിൽ 200 ബോണസ് പോയിന്റുകൾ ഇനി ലഭിക്കത്തില്ല. കാനഡയിലോ നാട്ടിലോ PRന് വേണ്ടി കഷ്ടപ്പെടുന്ന ജെന്യുവൻ ആപ്ലിക്കൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണിത്. എന്തുകൊണ്ടാണ് ഈ പുതിയ മാറ്റം? എങ്ങനെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ജെന്യുവൻ കാൻഡിഡേറ്റ്സിന് ഈ മാറ്റത്തിലൂടെ ഗുണം കിട്ടാൻ പോകുന്നത്? ചില തൊഴിലുടമകൾ LMIക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികളെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത്? നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പോയിന്റുകൾ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് വേഗം ലഭിക്കുവാനായി കനേഡിയൻ മലയാളി എന്ന എൻ്റെ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് LMI എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എങ്കിലും ഞാനതൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. LMI എന്നാൽ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. കാനഡയിലെ തൊഴിലുടമകൾ ചില പ്രത്യേക ജോലികൾക്ക് വേണ്ടി കാനഡയിൽ ആളെ കിട്ടാനില്ല എന്ന അവസ്ഥയിൽ ആ ജോലികൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ വേണ്ടി എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡയിൽ നിന്ന് എടുക്കുന്ന ഒരു അപ്രൂവലാണ് LMI. ഇത് എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിരുന്ന ആ വലിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു നമുക്ക് നോക്കാം. എക്സ്പ്രസ് എൻട്രി ഒരു പോയിന്റ് അടിസ്ഥാനത്തിലുള്ള സിസ്റ്റം ആണല്ലോ. നിങ്ങളുടെ CRS സ്കോർ അനുസരിച്ചാണ് നിങ്ങൾക്ക് PRനുള്ള ITA അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ടു അപ്ലൈ കിട്ടുന്നത്. CRS പോയിന്റുകൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഒന്ന് പറയാം. നിങ്ങളുടെ ഏജ്, എഡ്യൂക്കേഷൻ, കാനഡയുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളായിട്ടുള്ള ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമുള്ള പ്രാവീണ്യം, കാനഡയിലുള്ള വിദ്യാഭ്യാസം, വർക്ക് എക്സ്പീരിയൻസ്, ഇങ്ങനെ ഓരോന്നിനും പോയിന്റുകളുണ്ട്. ഇതിനു മുമ്പ് LMI ഉള്ള ജോബ് ഓഫർ ഉണ്ടായിരുന്നെങ്കിൽ 50 അല്ലെങ്കിൽ 200 അധിക പോയിന്റ് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. സീനിയർ മാനേജർ പോലുള്ള Tier 0 ജോലികൾക്ക് 200ഉം മറ്റ് സ്കിൽഡ് ജോബുകൾക്ക് 50 പോയിന്റും. 50 അല്ലെങ്കിൽ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു വലിയ സ്കോറാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാനോ കഷ്ടപ്പെടാനോ പറ്റാത്തവർ ചില കാശുതീനികളായ ഏജന്റുമാരെ കൊണ്ട് ഇല്ലാത്ത ജോലികളുണ്ടാക്കി എംപ്ലോയർക്ക് കാശ് കൊടുത്ത് LMI സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് സൂത്രത്തിൽ അവരുടെ CRS സ്കോർ കൂട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2025 മാർച്ച് 25 മുതൽ ഈ LMI പോയിന്റുകളില്ല. എന്തുകൊണ്ടാണ് LMI പോയിന്റുകൾ നീക്കിയതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാണും. ചില തൊഴിലുടമകളും ഏജൻസികളും പിന്നെ എളുപ്പത്തിൽ PR ഒപ്പിക്കാമെന്ന് കരുതിയ ചില വിരുദ്ധന്മാരും ചേർന്ന് ഈ സിസ്റ്റത്തെ പരമാവധി ദുരുപയോഗം ചെയ്തു. എങ്ങനെയെന്ന് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. LMI കാണിച്ചുള്ള ചൂഷണത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ടത് വ്യാജ LMI ജോബ് ഓഫറുകളാണ്. കാനഡയിൽ ജോലിയോടുകൂടി PR നേടാമെന്നുള്ള പരസ്യങ്ങൾ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ഏജൻസികൾ LMI തരാം, പോയിന്റ് തരാം, അല്ലെങ്കിൽ PR തരാം എന്നൊക്കെ പറഞ്ഞ് 25,000 മുതൽ 50,000 കനേഡിയൻ ഡോളർ വരെ ചിലരിൽ നിന്ന് വാങ്ങി. പക്ഷേ ജോലിയോ LMIയോ യാഥാർത്ഥ്യത്തിൽ ഉണ്ടായിരുന്നില്ല. കാശ് തിരിച്ചു ചോദിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ ഒരു ഏജൻസി പോലും കാണത്തില്ല. മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകളുടെ കാശ് ഇതുപോലെ വിസ തട്ടിപ്പ് കേസുകളിൽ പോകുന്നത് നമ്മൾ ഡെയിലി ന്യൂസ് ചാനലുകളിൽ കാണുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് പണം വാങ്ങി നൽകുന്ന ജോലി വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. ചില ഉദ്യോഗാർത്ഥികൾക്ക് PR കിട്ടുവാൻ വേണ്ടി LMI പോയിന്റ് അത്യാവശ്യമാണെന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി കാനഡയിൽ നിന്ന് നാട്ടിൽ പോകാൻ നിൽക്കുന്നവർ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എളുപ്പത്തിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഇരകൾ. ഇങ്ങനെ എങ്ങനെയെങ്കിലും കാനഡയിൽ നിന്ന് പിടിച്ചു നിൽക്കാനും PR കിട്ടാനുമായി ഇവിടെ കാനഡയിൽ പലരും LMIക്ക് വേണ്ടി കാശ് മുടക്കിയിട്ടുണ്ട്. കാനഡയിൽ ഇതുപോലെ കാശ് വാങ്ങി ജോലി വാഗ്ദാനം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഒരാളുടെ കാനേഡിയൻ സ്വപ്നത്തിന് ഇതുപോലെ വില പറഞ്ഞ് പല കള്ളന്മാരും കാനഡയിൽ കാശുണ്ടാക്കിയിട്ടുണ്ട്. പല പാവങ്ങളുടെയും കാശ് പോയിട്ടുമുണ്ട്. LMI കിട്ടിയതിനു ശേഷമുള്ള ചതിയും അടിമപ്പണിയും കൂടി പറയാതെ ഈ വീഡിയോ പൂർണ്ണമാവത്തില്ല. ഇനി ചിലർക്കൊക്കെ വിചാരിച്ച പോലെ കാശ് കൊടുത്ത് LMI കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക. കഥ ഇവിടെയാണ് ആരംഭിക്കുന്നത്. LMI കിട്ടിയ ശേഷം മിക്കവാറും പറഞ്ഞിരിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇനി കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാശ് ശമ്പളത്തിൽ കിട്ടിയാൽ പോലും എംപ്ലോയറോ ഏജൻറ്റോ ആ കാശ് തിരിച്ചു വാങ്ങിക്കും. ചുരുളി സിനിമയിൽ ജോലിക്ക് കൂലിയായിട്ട് വിനയ് ഫോർട്ടിന് ജാഫ്രിഡിക്ക് 500 രൂപ കൊടുത്തിട്ട് അപ്പോൾ തന്നെ തിരിച്ചു വാങ്ങുന്നൊരു സീനില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെ. ഇനി ചിലരുടെ കയ്യിൽ നിന്ന് മാനേജർ അല്ലെങ്കിൽ ഓഫീസ് ജോലി അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവരെ കൊണ്ട് കഷ്ടപ്പാടുള്ള ലോ വേജ് ജോലികൾ ചെയ്യിക്കും. ഇതിനു വേണ്ടി 20 ലക്ഷമോ 30 ലക്ഷമോ മുടക്കാനുള്ളവർ നാട്ടിൽ നിന്ന് ഇവിടെ കാനഡയിൽ വന്നിട്ട് പാത്രം കഴുകേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തം കാശ് കൊടുത്ത് സ്വയം പറ്റിക്കപ്പെടുവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നവർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഫ്രോഡ് പരിപാടികൾ കൂടി അവസാനം ഈ LMI പ്രോഗ്രാം കനേഡിയൻ സർക്കാരിന് ഒരു വലിയ തലവേദനയായിട്ട് മാറി. അവസാനം കാനഡയിൽ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ ഇമിഗ്രേഷനിലും ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഈ LMI പോയിന്റ് സമ്പ്രദായം ഗവൺമെൻറ് നിർത്തലാക്കുകയാണ്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ കഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എങ്ങനെയാണ് LMI പോയിന്റ് നിർത്തലാക്കാനുള്ള ഈ തീരുമാനം ജെന്യുവിനായിട്ടുള്ള ആപ്ലിക്കൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ LMA ഉള്ളവർക്ക് 50 അല്ലെങ്കിൽ 200 അധിക പോയിന്റ് കിട്ടിയപ്പോൾ സ്വന്തം കഴിവുകൊണ്ട് കഷ്ടപ്പെട്ട്, അതായത് നാട്ടിലോ കാനഡയിലോ കഷ്ടപ്പെട്ട് പഠിച്ചവർ, കഷ്ടപ്പെട്ട് IELTSന് കൂടുതൽ പോയിന്റ് വാങ്ങിച്ചവർ എല്ലാവരും LMA ഉള്ളവരെക്കാൾ പിന്നിലായിപ്പോയി. ഇനിയിപ്പോൾ LMA പോയിന്റുകൾ ഇല്ലാത്തതിനാൽ എല്ലാവർക്കും തുല്യമായ അവസരം കിട്ടും. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരാൾക്ക് 50 LMA പോയിന്റുകളിലൂടെ 510 CR സ്കോർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. മറ്റൊരാൾക്ക് LMA ഇല്ല, അതുകൊണ്ട് 450 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ LMA പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ ആളുടെ പോയിന്റ് 460 കുറയുകയും രണ്ടാമത്തെ ആളുടെ പോയിന്റ് 450 തുടരുകയും ചെയ്യും. ഇപ്പോൾ ആർക്കാണ് മുൻഗണന? കഷ്ടപ്പെട്ട് പഠിച്ച് മുന്നിലെത്തിയവന്. മുൻപൊക്കെ ഈ വ്യാജ LMA പോയിന്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പോലുള്ള എക്സ്പ്രസ് എൻട്രി ഡ്രോസ് വലിയ ഉയർന്ന സ്കോറിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ താഴേക്ക് പോരും. ഭാവിയിൽ 500-ന് താഴെ ഡ്രോ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് കയ്യിൽ കാശുണ്ടെന്ന് കരുതി കാശ് കൊടുത്ത് പോയിന്റ് വാങ്ങാൻ പോയവർ ഇനി കഷ്ടപ്പെടുന്നവരുടെ പുറകിലാണ് ഉണ്ടാവുക. ഇത് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് കഷ്ടപ്പെടുന്നവർക്ക് നീതി ഉറപ്പാക്കും. എക്സ്പ്രസ് എൻട്രി പൂൾ തുല്യനീതിയിലൂടെ കൂടുതൽ ന്യായമുള്ളതായിട്ട് മാറും. ഇനി LMA പോയിന്റുകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് കരുതി നിങ്ങളിൽ ആരെങ്കിലും വറി ചെയ്യുന്നുണ്ടോ? LMA പോയിന്റ്സ് ഇല്ല എന്ന് കരുതി കഷ്ടപ്പെടുന്നവർക്ക് PR കിട്ടാതിരിക്കത്തില്ല. എക്സ്പ്രസ് എൻട്രി PR ഒരു ഓട്ടമത്സരം പോലെയാണ്. കാനഡയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ധാരാളം മത്സരാർത്ഥികളുണ്ടാവും. ഓരോ സെക്ഷനിലും കഷ്ടപ്പെട്ട് പോയിന്റ് മാക്സിമൈസ് ചെയ്ത് ഒന്നാമത് എത്തുന്നവർക്കാണ് PR കിട്ടുക. കാശ് കൊടുത്തുള്ള വ്യാജ LMA പോയിന്റുകൾ ഇനി ഇല്ലാത്തതിനാൽ ഈ ഓട്ടമത്സരത്തിൽ ഇനി ആരും നിങ്ങളുടെ മുന്നിൽ കള്ളക്കളി കളിക്കാൻ വരത്തില്ല. മലയാളികൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചൊക്കെ നേരേപോ സ്വഭാവം ഉള്ളവരായതുകൊണ്ടും എഡ്യൂക്കേഷൻ കൂടുതലുള്ളതുകൊണ്ടും ഈ അപ്ഡേറ്റ് തീർച്ചയായിട്ടും മലയാളികളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ സത്യസന്ധമായ രീതിയിൽ PRലേക്ക് എത്തുവാൻ കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ CR സ്കോർ ഉയർത്തുവാനുള്ള കുറച്ച് ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സ്കോർ മാക്സിമൈസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇംഗ്ലീഷിന് വേണ്ടി IELTS അല്ലെങ്കിൽ സെൽപിപ്പ്, ഫ്രഞ്ചിന് വേണ്ടി TEF എക്സാം ചെയ്ത് മാക്സിമം സ്കോർ കൂട്ടണം. കുറച്ച് കഷ്ടപ്പെട്ട് CLB 7-ൽ നിന്ന് CLB 9-ലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 50-60 പോയിന്റ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഫ്രഞ്ച് പഠിച്ചാൽ 50 പോയിന്റാണ് അധികം കിട്ടാൻ പോവുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എക്സ്പ്രസ് എൻട്രിയിൽ ഫ്രഞ്ച് കാറ്റഗറിക്ക് വളരെയധികം PR സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 18,500 പേർക്കാണ് ഫ്രഞ്ച് കാറ്റഗറിയിലൂടെ PR കിട്ടിയിരിക്കുന്നത്. ഈ നമ്പർ മറ്റ് ഏത് PR പാത്വേകളെക്കാളും വളരെയധികം കൂടുതലാണ്. രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മാസ്റ്റേഴ്സ് എടുക്കുക എന്നുള്ള കാര്യമാണ്. ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി നേടി വെസ്റ്റ് പോലുള്ള എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് എടുക്കുകയാണെങ്കിൽ 20-30 പോയിന്റ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അതുപോലെ കാനഡയിൽ പഠിക്കാൻ വരുന്നവർ തൽക്കാലം കോളേജ് ഡിപ്ലോമ ഒഴിവാക്കിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മറ്റൊരു ഓപ്ഷൻ PNB ആണ്. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് 600 പോയിന്റ് എക്സ്പ്രസ് എൻട്രി ലഭിക്കും. PNB പഴയതുപോലെ ഈസി അല്ല കേട്ടോ. എങ്കിലും നിങ്ങൾ കാനഡയിൽ പഠിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ PNB ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊവിൻസുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി GTAയിലാണ് നിങ്ങളെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിലോ ഒണ്ടാരിയോ PNBയിലോ നിങ്ങൾക്ക് PR കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് സ്വയം ഒന്ന് അസസ് ചെയ്തതിന് ശേഷം രക്ഷയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് PNB ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊവിൻസിലേക്ക് മാറുക. ഇതെല്ലാം നിങ്ങളുടെ കഴിവിനെ ആശ്രയിച്ചാണുള്ളത്. ഇതിനൊന്നും വേണ്ടി ഒരു ഏജൻറ്റിന് പണം കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഏജൻസികളിലെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കാമാണ്. നിങ്ങൾക്ക് PRനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പോലും എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് പല ഏജൻസികളും നിങ്ങളുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിച്ചു വയ്ക്കും. എക്സ്പ്രസ് എൻട്രി സിസ്റ്റം ഇപ്പോൾ കൂടുതൽ മികച്ചതായിരിക്കുകയാണ്. PR ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ഒക്കെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തണമെന്നും പറ്റിയാൽ ഫ്രഞ്ച് പഠിക്കണമെന്നും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. LMA പോയിന്റുകൾ എടുത്തു മാറ്റിയുള്ള ഈ വലിയ മാറ്റം PRന് വേണ്ടി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളെ സഹായിക്കട്ടെ എന്നും അവരുടെ കാനഡ സ്വപ്നം പൂവണിയട്ടെയെന്നും ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നിങ്ങളുടെ CR സ്കോർ എത്രയാണ്? എന്താണ് നിങ്ങളുടെ PR പ്ലാൻ? ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കനേഡിയൻ മലയാളി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിപ്പോൾ വിമർശനങ്ങളാണെങ്കിൽ പോലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.